എന്താ ബേബി, നീ ഇപ്പൊ എവിടെയാ? ഞാനിതേ ഓൺ ദ വേയാ. ഞാനിവിടെ പാർക്കിൽ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. ഞാനിവിടെ ട്രാഫിക്കിൽ ബ്ലോക്ക് ആയി കിടക്കുക. ഒരു 10 മിനിറ്റിൽ ഞാൻ എത്തും. ഹലോ ഹലോ. ശരി വേഗം ഇങ്ങോട്ട് വാ. കാണുന്നുണ്ടോ? എന്നെ ഫോളോ ചെയ്യുന്നുണ്ടോ? അവൻ തൊട്ട് പിന്നാലെ ഫോളോ ചെയ്യുന്നുണ്ട് മാഡം. എല്ലാരും അലേർട്ടായിരിക്കും. ഓക്കേ മാഡം. കീപ് ഫോളോയിങ്. ഞാൻ പിറകെ തന്നെ ഉണ്ട് മാഡം. മാഡം അവൻ നിങ്ങളുടെ വീഡിയോ എടുക്കുന്നുണ്ട്. നീ അത് റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? യെസ് മാഡം. ഇങ്ങനെ പെണ്ണുങ്ങളെ വീഡിയോ എടുക്കാൻ വേണ്ടിട്ടാണോ അങ്ങോട്ട് വരുന്നത്? നിങ്ങളെ പോലുള്ളവർ ആ പാർക്കിന് ചീത്തപ്പേര്. ഇങ്ങോട്ട് പാടാ, നീ ആരെങ്കിലും ആയിക്കോട്ടെ. ഈ ഗ്രീനറി, ഈ വാട്ടർ, ഹോ, ഈ നേച്ചർ നിങ്ങൾക്കും ഇഷ്ടമല്ലേ? ഐ ലവ് നേച്ചർ. ഹേയ് 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 ലിസൺ, ജസ്റ്റ് 1 sec. നേച്ചർ ടോപ്പിക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി ഒരു കോഫി കുടിച്ചാലോ? ഡോണ്ട് യു ഗെറ്റ് ഇറ്റ്? ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. എന്താണ് ഓവറായിട്ട് ചെയ്യുന്നേ? അറസ്റ്റ് ചെയ്യ. എന്ത് ധൈര്യത്തിലാണോ നിങ്ങൾ ചെയ്തേ? മഫ്തിയിൽ വന്ന് ഈഫ്റ്റീസിങ് ചെയ്യുന്നവരെ പിടിക്കാമെന്ന് കരുതിയാ ഞങ്ങൾ വന്നേ. ഞങ്ങളുടെ മേഡത്തിന്റെ ധൈര്യത്തിന് നീ കൈവെക്കുന്നോടാ. വാടാ അങ്ങോട്ടോ, ബാക്കി നിനക്ക് സ്റ്റേഷനിൽ വെച്ച് തരാടാ. വാ. എന്താടാ നോക്കുന്നേ? നടക്കടാ അങ്ങോട്ട്. ഓ ഇങ്ങോട്ട് വാടാ. ഗിൽഡ് ഓഫ് വിമൻ അച്ചീവേഴ്സ്. ഹലോ. ഹലോ എന്നുള്ള വാക്കില്ലേ, ഒന്ന് നല്ല പോലെ പറയാവോ? എന്താണ്? ഹലോ ഇങ്ങനെ പറയുന്നേ. ഹലോ, ഒന്നുകൂടെ പറ. ഇതുപോലുള്ള വോയിസിന് നിങ്ങൾ എന്ത് ചോദിച്ചാലും തരാൻ വേണ്ടി ഞാൻ തയ്യാറാണ് മോളെ. അത് ശരി, ഇപ്പോ ഫ്രീ ആണോ മോളെ? ഇപ്പോ മോളെ ഒന്ന് കാണാൻ പറ്റുമോ? എന്നാ വേഗം വാ ഡാർലിംഗ്. നിന്റെ ശബ്ദം കേട്ടത് മുതൽ എന്റെ ഹൃദയം ഇങ്ങനെ തുടിക്കുകയാണ്. നിന്നെ കാണണമെന്ന് എന്റെ കണ്ണിമ വെട്ടാതെ കാത്തിരിക്കുക. നിന്നെ കാണാൻ പോകുന്നല്ലോ കരുതി എന്റെ മനസ്സില് 1000 പൂമ്പാറ്റ ചിറകടിക്കുകയാണ്. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഡാർലിംഗ്, എന്ത് ശബ്ദം അത്? എന്താ മറുപടി തരാത്തെ? വരാൻ പറഞ്ഞില്ലേ, അതാ വന്നോണ്ടിരിക്കുന്നെ. എന്താ ഇത്രയും പെട്ടെന്നോ? നമ്മൾ ഇനിയും റേറ്റ് ഫൈനൽ ചെയ്തില്ലല്ലോ. ശബ്ദത്തിന് എത്ര വേണമെങ്കിലും തരാന്നുണ്ടെങ്കിൽ ഇപ്പൊ റേറ്റ് ഒരു പ്രോബ്ലം ആവോ? പ്രോബ്ലമോ? അതൊക്കെ നോ പ്രോബ്ലം. വന്നാൽ നിനക്ക് അത് നേരിട്ട് കാണാലോ. കാണണമെങ്കിൽ എനിക്ക് അഡ്രസ് അറിയണമല്ലോ. അത് ശരിയാണല്ലോ. അപ്പൊ നോട്ട് ചെയ്തോ ഡാർലിംഗ്. ബ്ലോസം ഗസ്റ്റ് ഹൗസ്. ബ്ലോസം ഗസ്റ്റ് ഹൗസ്, പ്ലോട്ട് നമ്പർ 876, ഭാഗ്യലക്ഷ്മി നഗർ, മൈലാപ്പൂർ. കറക്റ്റ് അല്ലേ പറഞ്ഞത്? വാവ്, സൂപ്പർ, വാട്ട് എ മെമ്മറി. എന്തൊക്കെയാണെങ്കിലും നിനക്ക് നല്ല സ്പീഡാ. നീ എന്ത് ബ്രാൻഡാ കുടിക്കുന്നെന്ന് പറ. മൂന്നും. നിന്റെ ഈ സ്പീഡ് ഉണ്ടല്ലോ. ഓക്കെ. വാട്ട്? അതിനുള്ളിൽ ഇവിടെ എത്തിയോ? ദേ ഇപ്പൊ തന്നെ തുറക്കാൻ ഡാർലിംഗ്. മാഡം, നിങ്ങൾ പോലീസ് ആണെന്ന് ഞാൻ എങ്ങനെ അറിയാനാ? സാറേ വിട്ടേക്ക് സാറേ. മാഡം ഇടയ്ക്കിടയ്ക്ക് എറണാകുളത്തിന് വരുമ്പോ ഇങ്ങനെ ജോളി ആയിരിക്കും മാഡം. ഇപ്പോഴും അതുപോലെ ഇരിക്കാന്നാണ് ട്രൈ ചെയ്ത്. ഞാൻ ആരെയും ഫോഴ്സ് ഒന്നും ചെയ്യാറില്ല. ഇപ്പൊ ഞാൻ ലാലേട്ടന്റെ നേരിപടം കണ്ടേ ഉള്ളൂ. അതിൽ അങ്ങേര് പറയുന്ന പോലെ ഒരു പെണ്ണ് നോ പറഞ്ഞാ നോ തന്നെയാ. നിങ്ങളുടെ സ്ഥാനത്ത് വേറൊരു പെണ്ണാണെങ്കിലും അവര് നോ പറഞ്ഞാ ഞാൻ അവരെ വിട്ടേക്കും. ഗോഡ് പ്രോമിസ് മാഡം, എന്നെ വിട്ടേക്ക്. എന്തിനാണ് അതൊന്നുമില്ല സാർ. അതെ,
ഈ ഫോട്ടോ കണ്ടിട്ട് ഫോൺ ചെയ്ത എനിക്ക് ഈ സ്ഥിതിയാണെങ്കിലേ ശരിക്കും ആ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തവരുടെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയാ എന്തൊക്കെയാടാ നീ പറയുന്നത്? അയ്യോ വേണ്ട മേഡം, എന്നെ വിട്ടേക്ക് മേഡം, പ്ലീസ് മേഡം, എന്നൊന്നും ചെയ്യണ്ട മേഡം, ഞാനൊരു പാവം പിടിച്ചാണ്. നീ എന്റെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യും അല്ലേ? ഇതുവരെ അവളെ എത്ര പേര് ഫോൺ വിളിച്ചിട്ടുണ്ടോ? എത്ര പേര് അവളെ വിചാരിച്ചുകൊണ്ട് തന്നെ ജീവിക്കുന്നുണ്ടോ? ഇത് ഓർമ്മ മാത്രം മതി. നീ ലൈഫ് ലോങ് തലയോർത്തി നടക്കാനേ പാടില്ല. ഇനിയിപ്പോ നീ എന്ത് ചെയ്യുമെന്ന് നോക്കട്ടെടി വനിതാ പോലീസുകാരി. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. എന്തെങ്കിലും പ്രോബ്ലം? സാർ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. പ്രോബ്ലമോ? നിന്റെ വെബ്സൈറ്റിലെ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കാനാ വരാൻ പറഞ്ഞേ. ഇതിലിപ്പോ പറയാൻ എന്തിരിക്കുന്നു സർ? ഇവന്മാരെയൊക്കെ കണ്ടുപിടിച്ച് കൊന്നുകളയണം. പോലീസ് ഓഫീസറെ പോലെ സംസാരിക്കൂ. അതെ സർ, പോലീസായിട്ടും തനിക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്ന ചലഞ്ച് ചെയ്യുന്ന പോലെയുണ്ട്. സർ, നിങ്ങളുടെ ഓർഡർ. താങ്ക് യു. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഇതാ, ഇത് കഴിക്കണം എന്നുള്ള ഒരു കാരണത്തിന് വേണ്ടിയാണ് ഈ ക്ലബിലേക്ക് വരുന്നതും ഈ കളിയും ഒക്കെ. ഒന്നുമില്ല സർ, എന്തൊക്കെയാണെങ്കിലും ആറ്റിറ്റ്യൂഡിൽ നിന്നും ആക്ഷൻസിൽ നിന്നും ഒരാളുടെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ സാറിനെ തന്നെ നോക്കി എത്ര സിമ്പിൾ ആയിട്ട് സാർ ഈ സ്വീറ്റ് എൻജോയ് ചെയ്യുന്നത്. അതിന്ന് മനസ്സിലാവും എത്ര സീരിയസ് ആയിട്ട് എന്റെ കേസിനെ സാറ് കാണുന്നു. നോ നോ, അങ്ങനെയൊന്നും ഇല്ലെന്നേ. ഇതാ ഞാൻ വെച്ചു. ഓക്കെ. അത് സാരമില്ല സർ. മേ ബി ആസ് എ പോലീസ് ഓഫീസർ സാറിന് ഇതെല്ലാം കാഷ്വൽ ആണ്. എന്താന്ന് വെച്ചാ ഇതുപോലുള്ള ഒരുപാട് കേസ് സാറ് കണ്ടിട്ടുണ്ട്. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചൂടെ? അല്ലെങ്കിൽ ആ സൈറ്റ് എങ്കിലും ബ്ലോക്ക് ചെയ്ത് വെക്ക്. നോ സർ, ലെറ്റ് ഹിം എൻജോയ്. ഇല്ലെങ്കിൽ അവൻ പിന്നെ പോസ്റ്റ് ചെയ്യും. എനിക്ക് വന്ന കോൾസില് ഒരുപക്ഷെ അവനും വിളിച്ചിട്ടുണ്ടായിരിക്കും സർ. നീ കുറച്ച് ഓവറായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. അതെ സർ, ആദ്യമായിട്ട് എനിക്കിപ്പോ ഒരു പെണ്ണായിട്ട് ഫീൽ ചെയ്യുന്നത്. ഒരു പെണ്ണിനെ ഇത്ര നിസ്സാരമായിട്ട് കാണണമെങ്കിൽ അവന്റെ മനസ്സ് വല്ലാതെ ഹൊറിബിൾ ആണ് സർ. ഇത് അപ്ലോഡ് ചെയ്തവൻ 100 തവണ ആലോചിച്ച് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നീ അവന് വേണ്ടാത്ത ഇമ്പോർട്ടൻസ് കൊടുക്ക. ഇമ്പോർട്ടൻസ് കൊടുക്കുക തന്നെ വേണം. ഒരു ACPക്ക് നേരെ ചെയ്യാമെങ്കിൽ ഒരു സാധാരണ പെണ്ണിനോട് ചെയ്യുമ്പോ അവളുടെ മനസ്സിനെയും ഭാവിയെയും കുറിച്ച് എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു സർ. ഒരു പെണ്ണിനെ ചോരയില്ലാതെയും കത്തിയില്ലാതെയും അവളുടെ ജീവിതം നശിപ്പിക്കാൻ തന്നെ ഇത് ചെയ്തിരിക്കുന്നത്. ഇതൊരു സിക്ക് മൈൻഡ് ആയിട്ടുള്ള ആള് ചെയ്ത കാര്യം തന്നെ സർ. ആൻഡ് ഐ എം വെരി ഷുവർ ഐ എം നോട്ട് ദ ഫസ്റ്റ് ആൻഡ് ഡെഫിനറ്റ്ലി നോട്ട് ദ ലാസ്റ്റ് വൺ. ഓക്കെ ഓക്കെ. ഡിഡ് യു ഇൻഫോം ദ സൈബർ സെൽ? യെസ് സർ, ബട്ട് അത് അപ്ലോഡ് ചെയ്തവൻ ഏതായാലും ഒരു ഇഡിയറ്റ് ആണെന്ന് ഞാൻ കരുതുന്നില്ല സർ. എനിവേ, അപ്ഡേറ്റ് ചെയ്യൂ. താങ്ക് യു ഫോർ യുവർ കൺസേൺ ആൻഡ് എൻജോയ് യുവർ സ്വീറ്റ് സർ. നിങ്ങളുടെ മോൻ എവിടെ ഇല്ല, ഇല്ല? എന്താ കാര്യം? നിൽക്കെവിടെ? എന്താ കാര്യം? ഹലോ സാർ, ഒന്ന് ക്ഷമിക്കുക. നിങ്ങളുടെ മോന്റെ റൂം ഏതാ? നിങ്ങളുടെ മോന്റെ റൂം ഏതാന്ന്? എങ്ങോട്ടാ ഇടിച്ചു കയറി പോകുന്നേ? സെർച്ച് വാറണ്ട് കേട്ടോ. ഹലോ, അവന്റെ കയ്യിൽ വേറെ വല്ല ഫോണുണ്ടോ? എന്താ കാര്യം? നിങ്ങൾ വീണ്ടും അവനെ എന്തിനാ അന്വേഷിക്കുന്നേ? പറയേ. അവന്റെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യാൻ. ഈ കോണ്ടാക്ട് ലിസ്റ്റിൽ നിന്ന് അവൻ സ്ഥിരമായിട്ട് വിളിക്കുന്നവരെയും അവന്റെ ഫ്രണ്ട്സിന്റെയും എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്യണം. തീർച്ചയായിട്ടും ഇതുപോലൊരുത്തൻ റെഗുലർ ആയിട്ട് ഏതെങ്കിലും ഒരു പബ്ബിലോ ബാറിലോ പോയിരിക്കും. അതെവിടെയാണെന്ന് കണ്ടുപിടിക്കണം. CCTV ഫുട്ടേജ് എടുക്കണം. സ്വാതിക്ക് മുന്നേ വേറെ ഏതെങ്കിലും പെൺകുട്ടിയോട് ഇവനിങ്ങനെ ചെയ്തിട്ടുണ്ടോ, അത് റീസെന്റ് ആയിട്ട് വേറെ ഏതെങ്കിലും പെൺകുട്ടിയോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ, അതെല്ലാം കണ്ടുപിടിക്കണം.
അവനെതിരെ വ്യക്തമായ തെളിവ് വേണം. അവന്റെ അച്ഛനെ നിരീക്ഷിക്കണം. അതൊരുപക്ഷെ നമ്മുടെ കേസിന് ഗുണം ചെയ്യും. ഇമ്പൾസീവ് ആൻഡ് അഗ്രസീവ്. സ്വാതിയും മറ്റു പെൺകുട്ടികളും സേഫ് ആണോ എന്ന് അന്വേഷിക്കണം. അവൻ എപ്പോ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയില്ല. അവനെ ഗസ് ചെയ്യാനാവില്ല. വി ഹാവ് ടു ബി പ്രിപ്പയർഡ്. പ്രമോദ്, ചെക്ക് യുവർ വാട്സ്ആപ്പ്. 5 മിനിറ്റ്സിൽ എല്ലാവരും എത്തണം. ഹലോ, അരുണിന്റെ ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട് മാഡം. ഒരു കാര്യം ചെയ്യാം. ഗെറ്റ് ഇൻ ടു റോഡ് നമ്പർ 10. ഐ വിൽ ബി ദർ. ഓക്കെ മാഡം. എന്താ മേഡം ഇത് അന്യായമായിരിക്കുന്നു. മോളെ അടിച്ചൊന്ന് കംപ്ലൈന്റ് കൊടുത്ത എന്താ വാങ്ങാത്തെ? കേസ് ജെനുവിനാണെന്ന് അറിഞ്ഞാൽ മാത്രമേ കംപ്ലൈന്റ് വാങ്ങണോ ഫയൽ ചെയ്യണോന്ന് തീരുമാനിക്കൂ. ഇതിൽ എന്താ ജെന്യൂനിറ്റി ഇല്ലാത്തത്? പബ്ലിക് ആയിട്ടാ അടിച്ചത്, അതറിയാ നിങ്ങൾക്ക്? യാ ഇപ്പോഴേ എനിക്ക് മനസ്സിലായോ. ഇതാ നിങ്ങളും കണ്ടോളൂ, നോക്കിക്കോളൂ. അവനും എന്നെ അടിച്ചതല്ലേ? പക്ഷെ ആദ്യം നീ അടിച്ചെന്ന് എന്താ പറയാഞ്ഞത്? ഇനി നിങ്ങൾ പറ, ഞാൻ ആരുടെ പേരിലെ കേസെടുക്കേണ്ടത്? വേണ്ട മാം, ഐ ഡോണ്ട് വോണ്ട് ടു ഫയൽ എനി കംപ്ലൈന്റ്. അവരടിച്ചില്ലെങ്കിലും ഞാൻ അടിക്കരുതായിരുന്നു. സോറി. ഗുഡ്. ഒരു പെണ്ണ് കംപ്ലൈന്റ് ചെയ്താ അത് കണ്ണടച്ച് വിശ്വസിക്കുന്നു ഒരിക്കലും വിചാരിക്കരുത്. പെണ്ണായാലും ആണായാലും തെറ്റ് തന്നെയാ. സോറി മാം. ഗുഡ്. താങ്ക്സ് മാഡം. വെയിറ്റ് ഒന്ന് നിൽക്ക്. സർ, ക്ഷമിക്കണം, താമസിച്ചു പോയി. Coming to the point, Kiran, you are being blamed for the abetment of Arun's suicide. അവന്റെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ, അത് ശരിയാണോ? മാം, അവന്റെ പാരന്റ്സിനെ നിങ്ങൾ വാൺ ചെയ്തോ? കംപ്ലൈന്റ് പോലും ഇല്ലാതെ ഇന്റൻഷനൽ ആയിട്ടാണ് നീ അവനെ അറസ്റ്റ് ചെയ്ത്. ഇപ്പൊ കണ്ടോ എത്ര കോംപ്ലിക്കേറ്റഡ് ആയെന്ന്. ഒരാൾ മരിച്ചിരിക്കുന്നു. മീഡിയക്കാർക്ക് ഡിപ്പാർട്ട്മെന്റിനെ പറ്റി സംസാരിക്കാൻ സ്പൈസി മെറ്റീരിയൽ കൊടുത്തു അല്ലേ? സോ എന്റെ എക്സ്പ്ലനേഷൻ അല്ല നിങ്ങൾക്ക് ഈ മീറ്റിംഗിൽ വേണ്ടത്. നിങ്ങളുടെ തീരുമാനം എന്നോട് പറയാൻ വിളിപ്പിച്ച പോലെയുണ്ട്. ഫസ്റ്റ് യു ലിസൺ ടു us. ചോദിച്ചോളൂ. ട്രെയിനിങ്ങിൽ നീ നൽകിയ പ്രതിജ്ഞ മറന്നു? I, Kiran Kumararaj, do solemnly affirm that I will be faithful, bear true allegiance to India and to the Constitution of India as by law establishment, that I will uphold the sovereignty and integrity of India, and I will carry out the duties of my office loyally, honestly and impartially. Okay. Where is the honesty, loyalty and impartiality? വെബ്സൈറ്റിൽ ഇട്ടു എന്ന് പറഞ്ഞിട്ട് ഒരാളെ നീ ടോർച്ചർ ചെയ്യൂ? വെബ്സൈറ്റോ? അതിന് വെബ്സൈറ്റിലിട്ടത് അരുണല്ലോ. അതെയോ? ഇതെന്താ പെട്ടെന്ന് പുതിയതായി? അന്ന് നീയല്ലേ എന്നോട് പറഞ്ഞത് അവനൊരു സിക്ക് മൈൻഡഡ് ആണെന്ന്? സാറ് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് സർ. അന്ന് ഞാൻ പറഞ്ഞത് ഒരു സിക്ക് മൈൻഡഡ് പേഴ്സൺ ആണ് ഇത് അപ്ലോഡ് ചെയ്തിരിക്കുന്നതെന്നാണ്. അരുണിന്റെ പേര് ഞാനിപ്പോ പറഞ്ഞിട്ടേ ഇല്ലല്ലോ സർ. പിന്നെ എന്തിനാ അരുണിന്റെ മേലെ സർവൈലൻസ് ഏർപ്പെടുത്തി? അവന്റെ ഫ്രണ്ടിനെ എന്തിനാ അറസ്റ്റ് ചെയ്തു? ഇങ്ങനൊരു ബ്ലെയിമിംഗ്
എൻക്വയറിക്ക് ശേഷം നമുക്ക് ചെയ്യാം സർ. പക്ഷെ അതിനു മുമ്പ് നമുക്കിവിടെ കുറ്റവാളിയെ കണ്ടെത്തി അവരെ അറസ്റ്റ് ചെയ്യണം സർ. Again, that lollipop guy? മേ ബി. My God. നീ ഇനിയും ഹാലൂസിനേഷൻ ഒന്നും പുറത്തേക്ക് വന്നില്ലേ? സർ, ഇവരുടെ മെഡിക്കൽ റിപ്പോർട്ടാണ്. ഹാലൂസിനേഷനോ? സർ, ഞാൻ പറഞ്ഞതൊക്കെ പച്ചയായ സത്യമാണ് സർ. അരുണും ഈ വെബ്സൈറ്റിനും യാതൊരുവിധ ബന്ധവുമില്ല. ഇത്രയും ഉറപ്പിച്ച് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റുന്നത്? ഇവനൊരു സ്റ്റോക്കറാണ്. സ്പോണ്ടേനിയസ് ആയി ഇമ്പൾസീവായി റിയാക്ട് ചെയ്യുന്നവൻ. ഇതുപോലുള്ള ആറ്റിറ്റ്യൂഡ് ഉള്ളവര് എന്ത് വേണേലും ചെയ്യും, മേർഡർ അടക്കം. എന്ന വെബ്സൈറ്റ് ഒന്നും പോസിബിൾ അല്ല സർ. എന്താന്ന് വെച്ചാ ഇതൊക്കെ ചെയ്യാനുള്ള പേഷ്യൻസും ടൈമും അരുൺ ഒരിക്കലും ഉണ്ടായിരുന്നില്ല സർ. ഇത് തീർച്ചയായും ഒരു സിക്ക് മൈൻഡഡ് പേഴ്സന്റെ പ്രവൃത്തിയാണ് സർ. ഇവൻ വളരെ ഡേഞ്ചറാണ് സർ. അവനല്ല ഡേഞ്ചറസ്. ആരാണ് ഡേഞ്ചറസ് എന്ന് കാണ്. എന്റെ പേര് അരുണെന്നാ. എനിക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ACP കിരൺ തരുന്ന പ്രഷറിലും ടോർച്ചറിലും എനിക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിച്ചേ. ക്രിമിനൽസിന്റെ അടുത്തുനിന്ന് പോലീസ് നമ്മളെ രക്ഷിക്കുമെന്നാണ് നമ്മൾ വിചാരിച്ചേ. പക്ഷെ ഇതുപോലത്തെ സിക്ക് മൈൻഡഡ് ഓഫീസേഴ്സ് ക്രിമിനൽസിനെക്കാട്ടിലും ഡേഞ്ചർ ആണ് ഇവര്. ഈ സൊസൈറ്റിക്ക് തന്നെ വലിയൊരു ത്രെട്ട്. അവര് കാരണം എന്റെ പാരന്റ്സിന്റെ മാനവും മര്യാദയും എല്ലാം നഷ്ടപ്പെട്ടു. എന്റെ മരണത്തിന് ശേഷം ആ പോലീസുകാരിക്ക് തക്ക ശിക്ഷ നേടിത്തരണം. ഇതാണ് എന്റെ ഡെഡ് വിഷ്. അവര് കാരണം ബാധിക്കപ്പെട്ട അവസാനത്തെ പയ്യൻ ഞാനായിരിക്കട്ടെ. I miss you friends. I miss you daddy. ഇവന്റെ മരണത്തിന് പിന്നില് തീർച്ചയായിട്ടും ഒരുത്തനുണ്ട്. അവനാര്? ഹോ. അവനല്ല ചെയ്തതെന്ന് ഇത്ര കോൺഫിഡന്റ് ആയിട്ട് അറിയുമ്പോ പിന്നെ എന്തിനാ കേസ് ഇട്ടത്? അവൻ ഇത് ചെയ്തില്ലെങ്കിലും അവനും ഈ വെബ്സൈറ്റിനും തീർച്ചയായിട്ടും ഒരു ബന്ധമുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. സാറിന് ഇത് മനസ്സിലാവാത്ത ഒരു കാര്യം ഉറപ്പിച്ചു പറയാം. എന്നെ യൂസ് ചെയ്ത് അരുൺ ആരോ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെന്ന് അവൻ അലേർട്ട് ചെയ്യാൻ വേണ്ടിയാ ഞാൻ ട്രൈ ചെയ്തത്. എന്നെ ഇപ്പോഴെനിക്ക് മനസ്സിലാവുന്നേ അരുണിനെ ടാർഗറ്റ് ചെയ്ത് യൂസ് ചെയ്തത് ഞാനാണെന്ന്. അതുകൊണ്ടാ പറഞ്ഞത് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തത് ഒരു സിക്ക് മൈൻഡഡ് ഡേഞ്ചറസ് ഇമോഷണൽ ബാസ്റ്റർഡ് ആണ്. Enough. Are you out of your mind? ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ നിങ്ങളെ വിടുമെന്ന് വിചാരിച്ചോ? You are suspended. Sir, I'm not the first, I'm not the last. Please വിശ്വസിക്കൂ സർ. സർ അവൻ മാത്രമല്ല എന്നെ ടാർഗറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങളും കൂടിയാ.